എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പപ്പട ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. പപ്പടവും അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും മുളകും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ചോറിന് തട്ടിക്കൂട്ടിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഇപ്പോൾ സവാള നല്ല ചെറുതായിട്ട് ക്യൂബ്സാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഒരു അല്പം കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം എന്താ ഞാനിപ്പോൾ ഇവിടെ പപ്പടം ഒരു 3 എണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തോരം വേണമെന്ന് വെച്ചാൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനനുസരിച്ച് കൂട്ടാട്ടോ. അപ്പോൾ ഇത് പപ്പടം നല്ലതുപോലെ കൈ വെച്ച് പൊടിച്ച് നല്ല നൈസാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പപ്പട ചമ്മന്തി നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയായിരിക്കുമല്ലോ. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഈ പപ്പട ചമ്മന്തി. ഇനിയിപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയായിരിക്കുന്ന ടൈമിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഈസി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ പപ്പടം നല്ലതുപോലെ കൈ വെച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി പോരായുണ്ടെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാതും കൂടി പച്ചമുളകും അതുപോലെ തന്നെ സവാളയും പപ്പടവും എല്ലാതും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ ഒരു അല്പം കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എരിവ് പോരാന്ന് തോന്നിയോണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം. എരിവ് പോരായുണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത്ര തന്നെ ചേർത്താൽ മതി. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നമ്മളുടെ സിമ്പിളായിട്ടുള്ള പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പപ്പടം വറുത്തെടുക്കണ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല, പപ്പടം വറുത്തെടുക്കേണ്ട ആ ഒരു ടൈം മാത്രമേ നമുക്ക് വേസ്റ്റായിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാതും നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാനും പെട്ടെന്ന് കുറച്ച് ടൈം മാത്രം മതി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.